ദിയയുടെ സ്ഥാപനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരായ പരാതിക്കാർ പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളോട്. തത്സമയത്തിലേക്ക്. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അവർ ഞങ്ങളെ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ. പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന്. അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്കുകയും അവർ ചെയ്തത്. ഈ 69 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. എത്ര വന്നിട്ടുണ്ട്? അത് നമുക്കറിയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അറിയാലോ. നമുക്ക് 69 ലക്ഷം വന്നിട്ടില്ല. നിങ്ങൾ എന്നാ തെറ്റിയതെന്നാണ്? ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ്. ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതെങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാരിക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത്. പക്ഷേ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകതര ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ദിയ എടുത്ത്. അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്നത് കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പം ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ്. ഞങ്ങളുടെ വീട് ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു CCTVയുടെ എന്തൊക്കെയായാലും അവർ ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ്. ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല. അപ്പോൾ അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇവരെന്ത് രീതിയിൽ എന്തൊക്കെ ഇപ്പം തന്നെ തട്ടിക്കൊണ്ട് പോയതിനെ അവരത് മാറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല. ഞങ്ങളുടെ പൈസയാണ് കൊടുത്തത്. അവർ മേടിക്കുന്നത് ഞാൻ ജോലി എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുവാണ് നിൻ്റെ ഭാര്യേനെയൊക്കെ പുറത്ത് വിടണം. കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. അപ്പം നമ്മളെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. രാവിലെ 11 മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി 6:45 ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചത്. അപ്പം അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു. പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവളുടെ കഴുത്തിൽ അപ്പം എൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവളുടെ കഴുത്തിൽ മാലയൊക്കെ ഉള്ളതായിരുന്നു. നീ അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ പുള്ളിക്കാരൻ അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് അതിൻ്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുത്തതാണ്. രാവിലെ അവരുടെ ഫ്ലാറ്റിലെത്തുന്നു, അതിനുശേഷം കാറെ കയറ്റി അമ്പലമുക്കിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എന്നാണ് നിങ്ങളെ അതിന് മുമ്പ് പൂട്ടിയിട്ടത്? അല്ല, 30-ാം തീയതിയാണ് പൂട്ടിയിട്ടത്. അന്നാണ് കൊടുക്കുന്നത് ഞങ്ങൾ. ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. നമ്മളെ ഇത്ര വരെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിനെയാണ് പുറത്ത് വിട്ടത്. ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. അതാ പറഞ്ഞ ഗോൾഡ് പണയം പോലീസിനെ സമീപിക്കുക. അവിടെ പോലീസ് നിൽക്കുകയല്ലേ. അപ്പം നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് അവർ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട്. അത് പറഞ്ഞു. എൻ്റെ ചേട്ടൻ അബ്രോഡാണ് നിൽക്കുന്നത്. എൻ്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എൻ്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത്. അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞത്. നിനക്ക് എന്തിനാണ് നിൻ്റെ ചേട്ടൻ ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത്, ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷൊക്കെ അയച്ചിരുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത്. ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് ദിയ ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കും. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞു ഈ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ദിയ ചേച്ചിയുടെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്നതെന്ന് CCTV നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് അവിടെ നിന്ന് മാറ്റണം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പോൾ ആ ദിയ എന്തുകൊണ്ട് പേയ്മെൻറ്റ് മാത്രം അത് CCTV ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെൻറ്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല. ഒരു വർഷമായിട്ട് അതെ അധിക്ഷേപിച്ചു. കൃഷ്ണകുമാറും പറഞ്ഞു, ദിയയും പറഞ്ഞു, ദിയയുടെ അമ്മയും പറഞ്ഞു.
കാറ് കയറ്റിയിട്ട് നിങ്ങൾ നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പം നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ് നീയൊക്കെ, ക്രിമിനൽ എന്നാ പറഞ്ഞത്. ഞങ്ങളടുത്തും അങ്ങനെയാണ് പറഞ്ഞത്. നീയൊക്കെ മുക്കോത്തികളല്ലേ, നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത്? നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ, ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുബന്ധം? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ? എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അവരല്ല ആദ്യം കേസ് കൊടുത്തത്, ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവർ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൺഡേ ആണ് കൊടുത്തത്. നമുക്ക് അന്ന് രാത്രിയാണ് അവർ FIR ഇട്ടത്. അവരുടെ FIR ഇട്ടിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു. നമ്മൾ കണ്ടു, കൃഷ്ണകുമാർ സാറ് വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു, അവരെ വിട്ടു. നമ്മൾ എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് രാത്രി 9:30, 9:30 എന്നിട്ടും തന്നില്ല. വീട്ടിൽ പൊക്കം മെസ്സേജ് വരുമെന്നാണ് പറഞ്ഞത് അവർ. അതെ, 1 വർഷമായിട്ട് 30-നകത്തൊക്കെ വന്നിട്ടുണ്ടാവണം. അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. ദിയയ്ക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പോൾ അവരെ കയ്യിൽ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് 3-4 സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയയ്ക്ക് സ്വിഗ്ഗി ജീനിയിൽ അകത്ത് വെച്ച് കൊടുക്കാൻ, ജൂവലറിയുടെ കൂടെ ദിയയ്ക്ക് ആ ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ. എല്ലാ തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ അല്ലാതെ വീക്കിലി. പിന്നെ ദിയ അല്ലാതെ ഓഫീസിൽ വരുമ്പോൾ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത്. അവിടെ നിന്ന് ദിയ എടുക്കാറുമുണ്ട്. സാലറി അല്ല, ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല. ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ്. ഒരു 5,000, 10,000 അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴും ഗൂഗിൾ പേ അല്ല, എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി, അങ്ങനത്തെ ഒരു ക്യാഷാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ കയ്യിലില്ല, അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും. ഉണ്ട്. നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട്. അപ്പം അവർ പറയുന്ന പോലെയൊന്നും ഇല്ല. അതാ പറഞ്ഞേ, അവര് നമ്മൾ ആദ്യം നമ്മുടെ അവരാദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മുടെ ഫോട്ടോസ്. കാരണം അവരിപ്പോൾ ഒരു സ്റ്റാറ്റസ് അന്ന് ഇട്ടിരുന്ന് കസ്റ്റമേഴ്സ്, നമ്മളെ സ്റ്റാഫ് സ്കാം ചെയ്തിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെൻറ്റ് എവിടെ വന്നത്. ഇപ്പോൾ ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ആരായാലും നമ്മുടെ ചോദിക്കും നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തതിന് തെളിവ് എന്താണെന്ന്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ. അപ്പോൾ ദിയനെ ഞങ്ങൾ പേടിച്ചു. ദിയ ഞങ്ങൾ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ദിയ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലായിട്ട്. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിനെതിരായ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതിക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദിയയുടെ സ്ഥാപനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരാണ് ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയത്. അവരാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും അധിക്ഷേപിച്ചെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അവർ ഉന്നയിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ദിയയുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നവരാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇവരാണ് ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത്.